നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി. നിലവിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഏത് തരംതാണ പ്രവർത്തിക്കും UDF ഒരുക്കമാണെന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് പുറത്തു വരുന്നത്. അത് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം. എന്നാൽ ആ കൂട്ടുകെട്ടിനെ ശക്തമായി എതിർക്കുകയാണ് സമസ്ത കാന്തപുരം വിഭാഗം. സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ റിസാലയിൽ കൂടി ഈ പ്രതിഷേധം ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും രൂക്ഷ വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം വിദ്യാർത്ഥി സംഘടനയുടെ മുഖവാരിക പ്രധാനമായും കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൂട്ടുകെട്ടിനെ എടുത്തു പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുള്ള ബന്ധം വിമർശിച്ചാണ് ഈ റിസാല വാരികയിലെ മുഖപ്രസംഗം തന്നെ. ഈ ലക്കം മുഖപ്രസംഗം നിലമ്പൂരിൽ ആരാണ് ഒരു പണത്തൂക്കം മുന്നിലെന്ന തലക്കെട്ടോടുകൂടിയാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള UDF ബന്ധത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഈ ലേഖനത്തിൽ തന്നെ. ജമാഅത്ത് ഇസ്ലാമി നടത്തിയ കേരള യാത്രയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തതിനെയും ലേഖനം ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ജമാഅത്തിനെ ശക്തമായി എതിർത്ത മുസ്ലിം ലീഗാണ് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്ലാമിക് ബ്രദർഹുഡിനെ രാഹുൽ ഗാന്ധി തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ബ്രദർഹുഡിനെ പിന്തുടരുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുകയാണ് ഇപ്പോൾ നേതാക്കൾ ചെയ്തിരിക്കുന്നത്. ഇത് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പും മുഖപ്രസംഗത്തിൽ നൽകുന്നു. ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടി രാഷ്ട്രീയം പയറ്റുന്ന UDFന് സംഘപരിവാർ ആശയങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ സാധിക്കുക എന്ന ചോദ്യവും ഈ ലേഖനം ഉയർത്തുന്നുണ്ട്. നിലവാരമില്ലാത്ത ആശയപ്രകാശനങ്ങളും പക്വതയില്ലാത്ത പെരുമാറ്റശീലങ്ങളും പൈങ്കിളി സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ ശരീരവും ദുർബലമായ പ്രത്യയശാസ്ത്ര പരിസരവും കൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസിനെ നിലയുറപ്പിക്കാനാകുക എന്ന മുഖപ്രസംഗം ചോദ്യമുയർത്തുന്നുണ്ട്. സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ മുഖപത്രമാണ് റിസാല വാരിക. ജമാഅത്ത് ഇസ്ലാമിയുടെ ബന്ധത്തിൽ KPCC ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. ഹൈക്കമാൻഡ് നേതൃത്വവും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ആകെ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നേതൃത്വം. കേരളത്തിലെ മുസ്ലിം ബ്രദർഹുഡ് നേതാവ് സയ്യിദ് ഖുതുബിന്റെ ഫോട്ടോ വെച്ചാണ് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോഴും സമരങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. 2023 കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയത് RSSും മുസ്ലിം ബ്രദർഹുഡും സമാനമായ പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയെന്നായിരുന്നു. കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോൾ വഴികാട്ടിയാവുന്നത് ഇസ്ലാമിക ലോകത്തിന് വേണ്ടി പോരാടുന്ന മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടന കൂടിയാണ്. എന്നാൽ മുസ്ലിം ബ്രദർഹുഡും RSSും ഒരുപോലെയാണെന്ന് 2023 മാർച്ച് 8 രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയത്. മുസ്ലിം ബ്രദർഹുഡിനെ രാഹുൽ ഗാന്ധി തള്ളിപ്പറയുമ്പോൾ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയും പോഷക സംഘടനകളും മുസ്ലിം ബ്രദർഹുഡ് നേതാവ് സയ്യിദ് ഖുതുബിന്റെ ഫോട്ടോകൾ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് എല്ലാ പ്രക്ഷോഭങ്ങൾക്കും മുൻപിൽ നിൽക്കുന്നത്. വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെയും മറികടന്നാണ് സതീശനും കൂട്ടരും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ നീക്കങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. നേതാക്കളുടെ ജമാഅത്ത് നീക്കത്തിൽ സോണിയാഗാന്ധി അടക്കമുള്ളവർ കടുത്ത അതൃപ്തിയിലാണ്. രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് വിപരീതമായി സംസ്ഥാന നേതാക്കൾ നടത്തിയ നീക്കത്തിൽ ഹൈക്കമാൻഡ് ആകട്ടെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയുമാണ്.